ജുവാൻ ഡിയാഗോ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്തിരുന്ന ഒരു സാധു യുവാവ്. അന്നും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനുള്ള തിടുക്കത്തിലായിരുന്നു ജുവാൻ. ദേവാലയത്തിലേക്കുള്ള യാത്രാമധ്യേയാണ് ജുവാന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ജുവാൻ, ജുവാൻ, ദൈവമാതാവായ കന്യകാമറിയമാണ് ഞാൻ. എൻ്റെ മകനെ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു ദേവാലയം ഉയർന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ ആഗ്രഹവും ദർശനവും നീ നഗരത്തിൽ ചെന്ന് മെത്രാനെ അറിയിക്കുക. ജുവാൻ നടന്ന കാര്യങ്ങളെല്ലാം മെത്രാനെ അറിയിച്ചുവെങ്കിലും ആ മരുപ്രദേശത്ത് എങ്ങനെ പള്ളി പണിയുമെന്ന് സംശയമുണ്ടായിരുന്ന ബിഷപ്പ് ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞ് ജുവാനെ തിരിച്ചയച്ചു. തിരികെ നാട്ടിലെത്തിയ ജുവാന് വീണ്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ട് പള്ളി പണിയണമെന്ന ആഗ്രഹം ആവർത്തിച്ചു. ഇത്തവണ ബിഷപ്പിന്റെ പക്കൽ ചെന്നപ്പോൾ പള്ളിപ്പണി തുടങ്ങുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മയോട് ഒരു അടയാളം തരുവാൻ ബിഷപ്പ് ആവശ്യപ്പെട്ടു. പകർച്ചപ്പനി ബാധിച്ചു കിടക്കുന്ന ജുവാന്റെ അമ്മാവന് അന്ത്യകുദാശ നൽകുവാൻ വൈദികനെ അന്വേഷിച്ചിറങ്ങിയ സമയത്ത് ജുവാന് മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ജുവാൻ, നിന്റെ അമ്മാവനെ ഞാൻ സുഖപ്പെടുത്തി കഴിഞ്ഞു. നീ വേഗം മലമുകളിൽ പോയി അവിടെ വിടർന്നു നിൽക്കുന്ന പനിനീർപ്പൂക്കൾ ശേഖരിച്ചു കൊണ്ടുവരിക. മലമുകളിലെത്തിയ ജുവാൻ പൂക്കളുണ്ടാകുവാൻ സാധ്യതയില്ലാതിരുന്ന ആ സമയത്ത് മലയിൽ നിറയെ റോസാപ്പൂക്കൾ കണ്ടപ്പോൾ അത്ഭുതപ്പെടുകയും താൻ ധരിച്ചിരുന്ന ഏപ്രണിൽ അവ ശേഖരിക്കുകയും ചെയ്തു. മകനെ, ഇതാണ് ബിഷപ്പിനെ കാണിക്കാനുള്ള അടയാളം. ബിഷപ്പിന് മുൻപിൽ ഏപ്രൺ നിവർത്തിയപ്പോൾ കണ്ട റോസാപ്പൂക്കൾ അവർക്കെല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ഏപ്രണിൽ പതിഞ്ഞിരുന്ന മാതാവിന്റെ ചിത്രമായിരുന്നു അതിനേക്കാൾ വലിയ അത്ഭുതം. പിന്നീട് മാതാവ് പറഞ്ഞതനുസരിച്ച് പ്രത്യക്ഷീകരണ സ്ഥലത്ത് ഒരു ദേവാലയം അവർ പണിതു. അന്നു മുതൽ 10,000-കണക്കിന് വിശ്വാസികൾ സന്ദർശിക്കുന്ന വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന തീർത്ഥാടന കേന്ദ്രമായി ആ സ്ഥലം മാറി. ഗ്വാദലൂപ്പെ മാതാവ് അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്കു ഭാഗത്തുള്ള രാജ്യമായ മെക്സിക്കോയിൽ വച്ചാണ് ജുവാൻ ഡിയാഗോയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. താൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു പള്ളി പണിയണമെന്ന് മാതാവ് ജുവാൻ വഴി ബിഷപ്പിനോട് ആവശ്യപ്പെട്ടത് ആദ്യം നിരസിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് മതിയായ അടയാളം ലഭിച്ചു കഴിയുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നു. മഞ്ഞുകാലത്ത്
മലമുകളിൽ കാണപ്പെട്ട റോസാപ്പൂക്കളും ആ റോസാപ്പൂക്കൾ ശേഖരിച്ച് ഏപ്രണിൽ പതിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ചിത്രവും ഈ ദർശനത്തിന്റെ മനോഹര ചിത്രങ്ങളാണ്. സാധുവായ ഒരു യുവാവിലൂടെ വലിയ സന്ദേശവും ദർശനവും ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മ സ്ഥലത്തെ മെത്രാനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത്ഭുതവും കൂടി പ്രവർത്തിച്ചത് ഈ ദർശനത്തിൽ നാം കാണുന്നു. ജുവാനെ പോലെ കൂദാശ ജീവിതം നയിക്കുവാനും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരുവാനും നമുക്ക് പരിശ്രമിക്കാം. ഗ്വാദലൂപ്പയിലെത്തുന്ന 10,000-കണക്കിന് വിശ്വാസികളോട് ചേർന്ന് നമുക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. മരിയ കോൺചീത്ത ഗോൺസാലസ്, ജസീന്ത ഗോൺസാലസ്, മേരി ലോലി മാസൻ, മേരി ക്രൂസ് ഗോൺസാലസ് എന്നിവർ ഉറ്റ സുഹൃത്തുക്കളും മരിയ ഭക്തരുമായിരുന്നു. (1961) ജൂലൈ 2 സ്പെയിനിലെ കാൻഡാബ്രിയാൻ മലനിരകളിൽ വെച്ച് പരിശുദ്ധ അമ്മ ഉണ്ണീശോയോടും 2 മാലാഖമാരുടെ കൂടെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. മക്കളെ, നിങ്ങൾ നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പിന്നീടുള്ള പല ദിവസങ്ങളിലും പരിശുദ്ധ അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. മക്കളെ, പാപപരിഹാരത്തിനായി നിങ്ങൾ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യണം. പുരോഹിതരുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ നിങ്ങൾ പാപത്തെ വെറുത്തുപേക്ഷിക്കണം. ജനങ്ങളുടെ വിശ്വാസത്തിനായി ഒരു അടയാളം ചോദിച്ചപ്പോൾ കുട്ടികളിൽ ഒരാളായ കോൺചീത്തായുടെ നാവിൽ പരിശുദ്ധ അമ്മ ഒരു തിരുവോസ്തി വച്ച് നൽകി. (1961) മുതൽ 1965 വരെ ഏകദേശം 200 തവണ പരിശുദ്ധ അമ്മ ഇവിടെ പലപ്പോഴായി കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അവസാനമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വാഗ്ദാനം ചെയ്ത അതേ കാര്യം നമുക്കും വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും എൻ്റെ എല്ലാ മക്കളോടും കൂടെയും ഉണ്ടായിരിക്കും. ഗർഭന്താളിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ് നമ്മുടെ കുടുംബങ്ങളെയും സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം. ഗർഭന്താളിലെ അമ്മ. 1961 ജൂലൈ 2 നോർത്ത് വെസ്റ്റേൺ സ്പെയിനിലെ കാൻഡാബ്രിയൻ പർവ്വതനിരകളിലെ ഗരബന്താൾ എന്ന ഗ്രാമത്തിൽ വെച്ചാണ് മരിയ കോൺചീത്ത ഗോൺസാലസ്, ജസീന്ത ഗോൺസാലസ്, മേരി ലോലി മാസൻ, മേരി ക്രൂസ് ഗോൺസാലസ് എന്നീ 4 കുട്ടികൾക്ക് പരിശുദ്ധ കന്യാമറിയം ശിശുവായ യേശുവിനോടും 2 മാലാഖമാരോടും കൂടെ പ്രത്യക്ഷപ്പെട്ടത്.
ക്രമേണ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട വാർത്തകൾ പ്രചരിച്ചപ്പോൾ ഓരോ ദിവസവും 500 മുതൽ 5000 വരെ സന്ദർശകർ ഗ്രാമത്തിന് പുറത്തുനിന്നും എത്തി ഗരബന്താൾ ഗ്രാമവാസികളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുവാനും പുരോഹിതരുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പാപത്തെ വെറുത്തുപേക്ഷിക്കുവാനും പരിശുദ്ധ കന്യക ആ കുട്ടികളിലൂടെ ലോകത്തോട് ആവശ്യപ്പെട്ടു. ധാരാളം ത്യാഗങ്ങൾ ചെയ്യണമെന്നും ദിവ്യകാരുണ്യ ഈശോയെ പതിവായി സന്ദർശിക്കണമെന്നും അല്ലാത്ത പക്ഷം വലിയ ശിക്ഷയുണ്ടാകുമെന്നും പരിശുദ്ധ അമ്മ കുട്ടികളിലൂടെ വെളിപ്പെടുത്തി. 1962 ഈ മഹാത്ഭുതങ്ങൾക്ക് സ്പെയിനിലെ മുതിർന്ന വൈദികരായ ഫാദർ ലൂയിസ് ആൻഡ്രൂം വിശുദ്ധ പാദ്രെ പിയോയും നേരിട്ട് സാക്ഷ്യം വഹിച്ചുവെന്നുള്ളത് ഈ അത്ഭുതത്തിന്റെ മാറ്റുകൂട്ടുന്നു. ലോകത്തിന്റെ വിശുദ്ധിക്കും ദൈവത്തിന്റെ കാരുണ്യത്തിനുമായി നമുക്കും പ്രാർത്ഥിക്കാം. ആ കോൺവെന്റിൽ അത്രമേൽ തീക്ഷ്ണതയുള്ള ഒരൊറ്റ കന്യാസ്ത്രീയും ഉണ്ടായിരുന്നില്ല. കാതറിൻ ലബോറ, അതായിരുന്നു അവളുടെ പേര്. പരിശുദ്ധ കന്യകാമറിയത്തെ കാണുവാൻ അവൾ വളരെയധികം ആഗ്രഹിക്കുകയും ഈശോയോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം മാതാവ് അവൾക്ക് അനേകം തവണ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. ആയിരത്തി 1830 ജൂലൈ 18 രാത്രി കാതറിൻ നിദ്രയിലായിരുന്നപ്പോൾ അവളുടെ സമീപം ഒരു ബാലൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: കാതറിൻ, എഴുന്നേൽക്കുക, പരിശുദ്ധ കന്യകാമറിയം നിനക്കായി കാത്തിരിക്കുന്നു. പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു: പ്രിയപുത്രി, ദൈവം നിന്നെ ഒരു ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു. എന്നാൽ നീ കർത്താവിൻ്റെ അൾത്താരയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിനക്ക് നൽകും. 1830 നവംബർ 27 നടന്ന രണ്ടാമത്തെ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ അമ്മ കാതറിന് അത്ഭുതകരമായ ഒരു മെഡലിന്റെ രൂപം സമ്മാനിച്ചു. ഈ മെഡൽ സ്നേഹത്തിൻ്റെ അടയാളവും സംരക്ഷണത്തിൻ്റെ പ്രതീകവും കൃപയുടെ ഉറവിടവുമാണ്. ഈ മെഡൽ നീ കഴുത്തിൽ ധരിക്കണം. ഇത് ധരിക്കുന്ന എല്ലാവർക്കും കൃപ ലഭിക്കും. വിശ്വാസത്തോടെ ഇത് ധരിക്കുന്നവർക്ക് കൃപ ധാരാളമായി ലഭിക്കും. വിശ്വാസ ജീവിതത്തിൽ ദൈവകൃപ നേടുവാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകുവാനും ഈ അത്ഭുത മെഡൽ നമ്മെ സഹായിക്കട്ടെ. അത്ഭുത മെഡലിന്റെ അമ്മ കന്യകാമറിയം തന്റെ പ്രിയ മക്കൾക്ക് നൽകുന്ന അനന്തമായ കൃപയുടെയും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും അടയാളമാണ്.
പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായ അത്ഭുത മെഡൽ. ഫ്രഞ്ച് സന്യാസിനിയായ കാതറിൻ ലബോറയിലൂടെയാണ് പരിശുദ്ധ അമ്മ അത്ഭുത മെഡൽ മാനവകുലത്തിന് സമ്മാനിച്ചത്. ആ മെഡൽ സ്നേഹത്തിന്റെ അടയാളവും സംരക്ഷണത്തിന്റെ പ്രതീകവും അതിൽ വിശ്വസിക്കുന്നവർക്ക് അത് കൃപയുടെ ഉറവിടവുമാണെന്ന് മറിയം അരുളി ചെയ്യുന്നു. അതിൽ കന്യകയുടെ കൈകൾ വളയങ്ങളും വിലയേറിയ കല്ലുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതിൽ നിന്നും പ്രകാശകിരണങ്ങൾ താഴേക്ക് പതിച്ചിരുന്നു. ആ കിരണങ്ങൾ താൻ ചൊരിയുന്ന കൃപയുടെ പ്രതീകമാണെന്ന് പരിശുദ്ധ അമ്മ കാതറിന് വ്യക്തമാക്കി കൊടുത്തു. ആ മെഡലിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മറിയമേ, പാപമില്ലാതെ ഗർഭം ധരിച്ചവളെ, നിന്നോട് സഹായം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൃപ നേടുവാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകുവാനുമുള്ള വലിയ പിന്തുണയാണ് ഈ മെഡൽ. നമുക്കും ഭക്തിയോടെ അത്ഭുത മെഡൽ ധരിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ജർമ്മൻകാരനായ വോൾഫ് ഗാങ്ങിൻ്റെയും സോഫിയയുടെയും കുടുംബത്തിൽ വഴക്ക് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. രണ്ടുപേരും വിവാഹമോചനത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങിയ കാലമായിരുന്നു അത്. ഇടയ്ക്ക് ഭർത്താവായ വോൾഫ് ഗാങ് ഈശോസഭ വൈദികനായ ജേക്കബ് റെമ്മിനോട് തൻ്റെ പ്രശ്നങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാറുമുണ്ട്. അന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്ന നേരം വോൾഫ് ഗാങ് തൻ്റെ വിവാഹമോതിരം വൈദികനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു: അച്ചോ, എനിക്കും സോഫിയയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വൈദികൻ ആ മോതിരങ്ങൾ വാങ്ങി ഒരു ചുവന്ന റിബൺ കൊണ്ട് കെട്ടി അവിടെയുണ്ടായിരുന്ന മഞ്ഞുമാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ വെച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഈ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കുരുക്ക് പരിശുദ്ധ അമ്മേ, നീ അഴിച്ചു കളയണം. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ചുവന്ന റിബൺ വെള്ള നിറമായി മാറുകയും ആ കെട്ടഴിഞ്ഞ് അതിൽ നിന്ന് വിവാഹമോതിരം വേർപെടുകയും ചെയ്തു. അത്ഭുതകരമായ രീതിയിൽ വോൾഫ് ഗാങ്ങും സോഫിയായും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ തീരുകയും കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ഭക്തി പ്രചരിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് വോൾഫ് ഗാങ്ങിൻ്റെയും സോഫിയയുടെയും പേരമകൻ ഹിറോണിമസ് വൈദികനായി തീർന്നു. അദ്ദേഹമാണ് യോഹാൻ എന്ന ചിത്രകാരനെ കൊണ്ട് 1700 കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം വരപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ നമുക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം തേടാം.
കുരുക്കഴിക്കുന്ന മാതാവ്. കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ഭക്തി പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 300 വർഷത്തോളമായി. 1700-ൽ യോഹാൻ ഗിയോർഗ് മെൽഹിയോർ ഷ്മിറ്റ്നർ എന്ന ചിത്രകാരനാണ് ആദ്യമായി കുരുക്കഴിക്കുന്ന മാതാവിന്റെ ചിത്രം വരയ്ക്കുന്നത്. ജർമ്മൻകാരനായ വോൾഫ്ഗാങ് ലാങ്മന്റെയും ജീവിത പങ്കാളിയായ സോഫിയയും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ട ഫാദർ ജേക്കബ് റമുമായി ബന്ധപ്പെട്ടാണ് ഈ ചിത്രത്തിന്റെ ചരിത്രം കിടക്കുന്നത്. ദമ്പതികളുടെ വിവാഹ ജീവിതത്തിലെ കുരുക്കുകൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാൽ അഴിഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെയും പലവിധ കുരുക്കുകൾ അഴിച്ചു കളയാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. താൻ എല്ലാ ദിവസവും കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞ് ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പയാണ് ഈ യുഗത്തിൽ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ഭക്തി വർദ്ധമാനമാക്കിയത്. നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം നമുക്കും തേടാം.